നമുക്കിന്ന് +1 എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന കുഞ്ഞു ചാപ്റ്ററിനെ പറ്റിയ 15 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് എങ്ങനെ എസ് ബ്ലോക്ക് എലമെന്റ് എളുപ്പമാക്കാമെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചാൽ നിങ്ങൾക്ക് എസ് ബ്ലോക്കിനകത്ത് മുഴുവൻ മാർക്കും മേടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൽക്കലി മെറ്റൽ ഈസ് ഡാഷ്. അപ്പം ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രൂപ്പ് 1 മെറ്റലാണ്. അപ്പോൾ അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തെന്ന് വരും? NS1. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൽക്കലി മെറ്റൽ ഈസ് NS1. ഡാഷ് ഹാസ് മാക്സിമം ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ. അങ്ങനെയല്ലെങ്കിൽ ഡാഷ് ഈസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ്. ഈ രണ്ട് ക്വസ്റ്റ്യനും ഒറ്റ ആൻസർ ആണ്, ലിഥിയം അയോൺ. അപ്പം ലിഥിയം ഹാസ് മാക്സിമം ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ, അല്ലെങ്കിൽ ലിഥിയം ഈസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ്. അടുത്ത 3 പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് ആൽക്കലി മെറ്റൽ. ലിഥിയം ആൽക്കലി മെറ്റലുമായിട്ട് എങ്ങനെ ഡിഫർ ചെയ്യുന്നു? ലിഥിയം ഈസ് മച്ച് ഹാർഡർ ദാൻ അതർ ആൽക്കലി മെറ്റൽ. ബാക്കി ആൽക്കലി മെറ്റലിനെക്കാട്ടിൽ ലിഥിയം ഹാർഡാണ്. ലിഥിയം ഒരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റുമാണ്. അപ്പോൾ പോയിന്റ്സ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് ആൽക്കലി മെറ്റൽ എങ്ങനെയാണ്? ലിഥിയം ഈസ് മച്ച് ഹാർഡർ ദാൻ അതർ ആൽക്കലി മെറ്റൽ. ലിഥിയം ഈസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ്. LiCl ഈസ് ഡെലിക്വസൻ ആൻഡ് ഫോം ഹൈഡ്രേറ്റ്. ഡെലിക്വസൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഓക്സിഡൈസേഷൻ ഉണ്ടാക്കാനുള്ള കഴിവ്. LiCl ഈസ് ഡെലിക്വസൻ ആൻഡ് ഫോം ഹൈഡ്രേറ്റ്. LiCl2H2O. ഈ ഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്ന ആൽക്കലി മെറ്റലും ലിഥിയമാണ്. LiCl ഈസ് ഡെലിക്വസൻ ആൻഡ് ഫോം ഹൈഡ്രേറ്റ് LiCl2H2O. ഈ ഫോമില ഒക്കെ ഓർത്തിരിക്കണം, LiCl2H2O. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. അപ്പോൾ 1 മാർക്കിനും ചോദിക്കാം, ലിഥിയം ഏത് എലമെന്റുമായിട്ടാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം. Both lithium and magnesium are harder than other elements in their respective group. ലിഥിയവും മഗ്നീഷ്യവും ഹാർഡർ ആണ് അവരുടെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സുമായിട്ട്. ലിഥിയം ആൻഡ് മഗ്നീഷ്യം റിയാക്ട് സ്ലോലി വിത്ത് വാട്ടർ. ലിഥിയവും മഗ്നീഷ്യവും വാട്ടറുമായിട്ട് വളരെ സ്ലോലി ആയിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. ലിഥിയം ആൻഡ് മഗ്നീഷ്യം ഡു നോട്ട് ഫോം സൂപ്പർ ഓക്സൈഡ്. ലിഥിയവും മഗ്നീഷ്യവും സൂപ്പർ ഓക്സൈഡ് ഉണ്ടാക്കുകയില്ല. അപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മഗ്നീഷ്യം ഇതൊക്കെ പഠിച്ചോണം. ഇതൊക്കെ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ഇതൊക്കെയാണ്, ബോത്ത് ലിഥിയം ആൻഡ് മഗ്നീഷ്യം ആർ ഹാർഡർ ദാൻ അതർ എലമെന്റ്സ് ഇൻ ദെയർ ഗ്രൂപ്പ്. ലിഥിയം ആൻഡ് മഗ്നീഷ്യം റിയാക്ട് സ്ലോലി വിത്ത് വാട്ടർ. ലിഥിയം ആൻഡ് മഗ്നീഷ്യം ഡു നോട്ട് ഫോം സൂപ്പർ ഓക്സൈഡ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന്റെ പേര്, വാഷിംഗ് സോഡ ഈസ് പ്രിപ്പയർഡ് ബൈ സോൾവേ പ്രോസസ്. അപ്പോൾ സോൾവേ പ്രോസസ്സിന്റെ ഇക്വേഷൻ മാത്രമായിട്ടും ചോദിക്കും, വാട്ട് ഈസ് സോൾവേ പ്രോസസ് എന്ന് ചോദിക്കും. അപ്പോൾ സോൾവേ പ്രോസസ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ സോഡിയം ക്ലോറൈഡിൽ കൂടെ കടത്തി വിടുമ്പോൾ അമോണിയ സാച്ചുറേറ്റഡ് ആയിരിക്കണം. അപ്പോൾ 4 സ്റ്റെപ്പ് ഉണ്ട്. അമോണിയം കാർബണേറ്റ്, അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ 4 പഠിക്കണം. 2NH3+ H2O + CO2 gives അമോണിയം കാർബണേറ്റ്. ആ അമോണിയം കാർബണേറ്റിനകത്തോട്ട് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആഡ് ചെയ്യുമ്പോൾ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റോട് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ NaHCO3യും അമോണിയം ക്ലോറൈഡും വരുന്നു. NaHCO3 ഹീറ്റ് ചെയ്താൽ Na2CO3 കിട്ടുന്നു. നമുക്കറിയാം വാഷിംഗ് സോഡ ആരാണ്? Na2CO3. ഇനി അടുത്ത പ്രിപ്പറേഷൻ ആണ് കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് സോഡ ഉണ്ടാക്കുന്ന സെല്ലിന്റെ പേരാണ് കാസ്റ്റ്നർ കെൽനർ സെൽ. അതെങ്ങനെയാണ്? ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ ആരാണ്? NaCl സൊല്യൂഷൻ. കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു കാഥോഡും വേണം, ആനോഡും വേണം. അപ്പോൾ ബ്രൈൻ സൊല്യൂഷൻ ഈസ് ഇലക്ട്രോലൈസ്ഡ് യൂസിങ് മെർക്കുറി കാഥോഡ് ആൻഡ് കാർബൺ ആനോഡ് ഇൻ കാസ്റ്റ്നർ കെൽനർ സെൽ. അപ്പോൾ NaCl സൊല്യൂഷനകത്തോട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, മെർക്കുറി കാഥോഡും കാർബൺ ആനോഡും ഇൻ കാസ്റ്റ്നർ കെൽനർ സെൽ. NaCl ഡികമ്പോസ് ചെയ്ത് Na+ഉം Cl- ആകും. ആ ഉണ്ടാകുന്ന സോഡിയം മെറ്റൽ മെർക്കുറിയുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം അമാൽഗം ഉണ്ടാകും. ആ സോഡിയം അമാൽഗം വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. ഇത്രയും ഈസിയാണ് കോസ്റ്റിക് സോഡയുടെ പ്രിപ്പറേഷൻ. അപ്പോൾ ഇതൂടെ പറഞ്ഞ്, ബ്രൈൻ സൊല്യൂഷനെ ഇലക്ട്രോലൈസ് ചെയ്യുന്നു, മെർക്കുറി കാഥോഡും കാർബൺ ആനോഡും
NaCl gives Na plus plus Cl minus. Sodium combined with mercury to form amalgam. Amalgam dissolved in water to form sodium hydroxide. അപ്പോൾ കാസ്നോ കെൽനർ സെല്ലിൽ ഏത് ഗ്യാസ് ആണ് ആനോഡിൽ എവോൾവ് ചെയ്യുന്നത്? ക്ലോറിൻ ഗ്യാസ് ഈസ് ഇവോൾവ് അറ്റ് ആനോഡ്. അപ്പോൾ കാസ്നോ കെൽനർ സെല്ലിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. സോഡിയം ക്ലോറൈഡിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു യൂസിങ് മെർക്കുറി കാഥോഡ് ആൻഡ് കാർബൺ ആനോഡ്. Sodium combined with mercury to form sodium amalgam. Sodium amalgam dissolved in water to form sodium hydroxide. Chlorine gas ആനോഡിൽ കൂടെ എസ്കേപ്പ് ചെയ്യും. ഇനി ഏത് സോഡിയം കോമ്പൗണ്ട് ആണ് ആന്റിസെപ്റ്റിക് ആയിട്ടും ഉപയോഗിക്കുന്നത്? സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ആന്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന സോഡിയം കോമ്പൗണ്ട്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. BeCl2 has dash structure in vapor phase. Vapor phase ൽ BeCl2 കാണിക്കുന്ന സ്ട്രക്ചറിന്റെ പേരാണ് ക്ലോറോ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ. BeCl2 has ക്ലോറോ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഇൻ വേപ്പർ ഫേസ്. അടുത്ത ഡയഗണൽ റിലേഷൻഷിപ്പ് ബെർലിയം അലൂമിനിയം. ബെർലിയം അലൂമിനിയം കൂടെയുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ്. ബോത്ത് ബെർലിയം ആൻഡ് അലൂമിനിയം ആർ നോട്ട് റെഡിലി അറ്റാക്ഡ് ബൈ ആസിഡ്. ബെർലിയത്തിനെയും അലൂമിനിയത്തിനെയും ആസിഡ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യത്തില്ല, കാരണം അവരിലൊരു ഓക്സൈഡ് ഫിലിം ഉണ്ട്. രണ്ട്, ക്ലോറൈഡ്സ് ഓഫ് ബോത്ത് ബെർലിയം ആൻഡ് അലൂമിനിയം ഹാവ് ക്ലോറോ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഇൻ വേപ്പർ ഫേസ്. ബെർലിയത്തിനും അലൂമിനിയത്തിനുമാണ് വേപ്പർ ഫേസിൽ ഏത് സ്ട്രക്ചർ ഉള്ളത്? ക്ലോറോ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഉള്ളത്. ഇനി പത്താമതായിട്ട് എഴുതിയേക്കുന്ന കുറെ ഫോർമുലയാണ്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വരാവുന്നതാണ്. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ CaCO3, ക്വിക്ക് ലൈം എന്ന് പറഞ്ഞാൽ CaO, സ്ലേക്കട്ട് ലൈം എന്ന് പറഞ്ഞാൽ CaOH twice, പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 half H2O, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ CaSO4. അപ്പൊ ഇവരുടെ എല്ലാം ഫോർമുല ഓർത്തോണം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്നോട് പറഞ്ഞ് ലൈംസ്റ്റോൺ CaCO3, ക്വിക്ക് ലൈം CaO, സ്ലേക്കട്ട് ലൈം CaOH twice, പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 half H2O, ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ CaSO4. ഇനി ഇവർ തമ്മിൽ ഒരു റിലേഷനോടുണ്ട്. CaCO3യെ ഹീറ്റ് ചെയ്താൽ CaO ഉണ്ടാകും. ആ CaOയിൽ വാട്ടർ ആഡ് ചെയ്താൽ CaOH twice ഉണ്ടാകും. CaCO3യെ ഹീറ്റ് ചെയ്താൽ CaO ഉണ്ടാകും. CaOയിൽ വാട്ടർ ആഡ് ചെയ്താൽ CaOH twice ഉണ്ടാകും. ഇനി സോൾവേ പ്രോസസ്സിന്റെ ബൈ പ്രോഡക്റ്റ് എന്താണ്? കാൽസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം കാർബണേറ്റ് cannot be prepared by Solvay process. Why? ഇത് ഒത്തിരിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോൾവേ പ്രോസസ്സ് കൊണ്ട് നമുക്ക് സോഡിയം കാർബണേറ്റിനെ പ്രിപ്പയർ ചെയ്യാം, പക്ഷേ പൊട്ടാസ്യം കാർബണേറ്റിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഈസ് ടു സൊല്യൂബിൾ ഇൻ വാട്ടർ. പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ വളരെയേറെ സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് അവരെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടത്തില്ല. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ആൽക്കലി മെറ്റൽ ഡിസോൾഡ് ഇൻ ലിക്വിഡ് അമോണിയ ടു ഫോം എ ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ. വൈ? നമുക്കറിയാം ലിക്വിഡ് അമോണിയ എന്ന് പറയുന്ന കളറില്ലാത്തൊരു സൊല്യൂഷൻ ആണ്. അതിനകത്തോട്ട് ആൽക്കലി മെറ്റൽ ഇട്ടാൽ എന്ത് സംഭവിക്കുന്നു? ബ്ലൂ കളറിന് കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഓർത്തോണം, അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഈ വേർഡ് വന്നില്ല എങ്കിൽ മാർക്ക് കിട്ടത്തില്ല. ആ ബ്ലൂ കളറിന് കാരണക്കാരൻ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോണ് വിസിബിൾ ലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് കളർ എന്തായി മാറുന്നത്? ബ്ലൂ കളറായിട്ട് മാറുന്നത്. അപ്പോൾ ആൽക്കലി മെറ്റൽ ലിക്വിഡ് അമോണിയയിൽ വീണാൽ എന്ത് സംഭവിക്കുന്നു? ഡീപ്പ് ബ്ലൂ കളർ ആകുന്നു. അതിന്റെ കാരണം അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉണ്ടാകുന്നു. ആ അമോണിയേറ്റഡ് ഇലക്ട്രോണ് വിസിബിൾ ലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ടാണ് കളർ ബ്ലൂ ആകുന്നത്. ഇനി മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഈസ് ഡാഷ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്നത് MgOH twice ആണ്. അത് ഒരു ആന്റാസിഡ് ആണ്. ഇനി ഡാഷ് മെറ്റൽ ഈസ് പ്രസന്റ് ഇൻ ക്ലോറോഫിൽ. മഗ്നീഷ്യം മെറ്റൽ ഈസ് പ്രസന്റ് ഇൻ ക്ലോറോഫിൽ. അപ്പൊ ഇത്രയും 15 ക്വസ്റ്റ്യൻ, കൂടുതലും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എസ് ബ്ലോക്കിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് ബ്ലോക്കിലെ മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോൾവേ പ്രോസസ്സും ഡയഗണൽ റിലേഷൻഷിപ്പുകളുമാണ്. പിന്നെ 1 മാർക്ക് എല്ലാം ഓർത്ത് വെക്കുക. ഈ ഫോർമുല എല്ലാം ഓർത്ത് വെക്കുക. അതിൽ നിന്നൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ കിട്ടുന്നതാണ്.
ഇത്രയും പറഞ്ഞ് നമുക്ക് എസ് ബ്ലോക്കിനകത്ത് 15 ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും പഠിച്ചോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോൾവ് പ്രോസസ്സും ഡയഗണൽ റിലേഷൻഷിപ്പും ഒക്കെ നോക്കിക്കോണം. ബാക്കിയൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് ഒക്കെ പെട്ടെന്ന് മാർക്ക് കിട്ടുന്നതാണ്. എസ് ബ്ലോക്കിലെ മുഴുവൻ മാർക്കും മേടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.